ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇരു കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ പത്മകുമാർ ജയിൽ മോചിതനാകുമെന്നതാണ് സാഹചര്യം. എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, പത്മകുമാറിന് ഇന്ന് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു, അത് സംഭവിച്ചിരിക്കുന്നു അല്ലേ? ഇത് സ്വാഭാവിക ജാമ്യം തന്നെയാണോ വിനീഷ്? തീർച്ചയായും സജിത്ത്, അങ്ങനെ തന്നെയാണ്. സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പത്മകുമാർ ജയിലിന് പുറത്തേക്ക് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദ്വാരപാലക ശില്പക്കേസിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ കട്ടളപ്പാളി കേസിൽ ജാമ്യം അനുവദിച്ചിരുന്നു. 90 ദിവസം പിന്നിട്ടു, അതായത് ദ്വാരപാലക കേസിൽ കൂടി 90 ദിവസം പിന്നിട്ടതോടുകൂടി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. രണ്ട് കേസിലും ഇപ്പോൾ ജാമ്യം അനുവദിച്ചതോടുകൂടി പുറത്തിറങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. നിലവിൽ ഈ കേസിൽ 7 പ്രതികളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൽ 5 പേർക്കാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. 2 പേർക്ക് തെളിവുകളുടെ അഭാവത്തിലായിരുന്നു ജാമ്യം അനുവദിച്ചത്. ഈ 5 പ്രതികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം, പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് സജിത്ത്, ഇതിൽ നമ്മുടെ ഈ കേസിൽ റിമാൻഡിൽ കഴിയുന്ന മറ്റൊരു പ്രതിയാണ് പങ്കജ് ഭണ്ഡാരി. പങ്കജ് ഭണ്ഡാരി ചികിത്സ തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ വിജിലൻസ് കോടതിയെ സമീപിച്ചത് ചെന്നൈയിലേക്ക് തന്റെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് അനുമതി നൽകണം എന്നുള്ളതാണ്. ഈ അപേക്ഷ 5-ാം തീയതി, അതായത് നാളെ പരിഗണിക്കുമെന്ന് നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ നിലവിൽ പത്മകുമാറിന് ജാമ്യം അനുവദിച്ചതോടുകൂടി 8 പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങി എന്നുള്ളതാണ് സജിത്ത്. 8 പ്രതികൾ പുറത്തിറങ്ങുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ 2 പേർക്കൊഴികെ ബാക്കി എല്ലാവർക്കും സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ കേസ് ഒരു പുതിയ സങ്കീർണാവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. കേസിൽ സ്വാഭാവിക ജാമ്യം നേടുന്നത് കുറ്റപത്രം 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നില്ല. അറസ്റ്റ് കഴിഞ്ഞിട്ട് 90 ദിവസമായിട്ടും കുറ്റപത്രം വരുന്നില്ല എന്നതാണ് അവർക്ക് അനുകൂലമാവുന്നത്. ഈ കേസിൻ്റെ ഒരു സങ്കീർണാവസ്ഥയാണ്. അത് കോടതിയും ഏറെക്കുറെ അനുവദിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അത് SITയുടെ ഒരു പിഴവല്ലേ എന്ന തരത്തിൽ വന്നു. പക്ഷേ കോടതി കൂടി അത് അംഗീകരിക്കുകയാണ്. കാരണം ചില ശാസ്ത്രീയ പരിശോധനകളുടെയും മറ്റും വെല്ലുവിളി ഈ കേസിൻ്റെ കുറ്റപത്രം തയ്യാറാക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്. വിനീഷ, ഒരു കാര്യം കൂടി, പത്മകുമാറിൻ്റെ പുറത്തിറങ്ങൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. പത്മകുമാറിൻ്റെ അറസ്റ്റ് ആണല്ലോ യഥാർത്ഥത്തിൽ CPM-ന് ഏറെ വെല്ലുവിളി ഉണ്ടാക്കിയത്. CPM-ൻ്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ MLA ആണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. അപ്പോൾ പത്മകുമാർ പുറത്തിറങ്ങുന്നത് രാഷ്ട്രീയപരമായി തന്നെ ഏറെ തുടർച്ചർച്ചകൾക്ക് ഇടവച്ചേക്കാം. എന്ന് മാത്രമല്ല, പത്മകുമാർ എന്തു പറയും എന്നതും ഒരു വലിയ ചോദ്യമാണ്. ഇന്ന് തന്നെ പത്മകുമാർ പുറത്തിറങ്ങുമോ? ഏത് ജയിലിലാണ് പത്മകുമാർ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായും സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും CPM നേതാവുമാണ് ഈ പത്മകുമാർ പുറത്ത് ഇറങ്ങുന്നത് തന്നെ നിലവിൽ കോടതിയുടെ വലിയ ഉപാധികളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച മറ്റ് പ്രതികൾക്ക് കൊടുത്തതുപോലെയുള്ള